സമുദ്ര വൈവിധ്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം വീണ്ടും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ മേഖലകളിൽ നടത്തിയ ശാസ്ത്രീയ തിരച്ചിലുകൾക്കൊടുവിൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ നിന്ന് തികച്ചും പുതിയൊരു മത്സ്യ ഇനത്തെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. ശാസ്ത്രലോകം ഇതിന് സിറ്റോപ്സിസ് ഇൻഡിക എന്ന് പേരിട്ടു. സാധാരണക്കാർക്കിടയിലാണെങ്കിൽ ഇത് ഇന്ത്യൻ ഡോറി എന്ന പേരിലായിരിക്കും ഇനി അറിയപ്പെടുക. CMFRIയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഗവേഷണ സംഘമാണ് ഈ സുപ്രധാന കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത്. കടലിന്റെ ജൈവവൈവിധ്യത്തെ കുറിച്ച് നിരന്തരം പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞർക്ക് അപ്രതീക്ഷിതമായാണ് ഈ വഴിത്തിരിവ് ലഭിക്കുന്നത്. കൊല്ലത്തെ പ്രശസ്തമായ ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ട്രോളിംഗ് ബോട്ടുകളിൽ നിന്നാണ് പഠനാവശ്യത്തിനായി ശാസ്ത്രജ്ഞർ സാമ്പിളുകൾ ശേഖരിച്ചത്. ബോട്ടുകളിൽ ഉണ്ടായിരുന്ന മത്സ്യക്കുപ്പുകളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തിയിരുന്ന 6 മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ഗവേഷകർ വേർതിരിച്ചെടുക്കുകയും തുടർന്ന് കൊച്ചിയിലെ CMFRI ലബോറട്ടറിയിൽ എത്തിച്ച് നടത്തിയ അതിസൂക്ഷ്മമായ പരിശോധനകളിലൂടെ പുതിയൊരു ജൈവവർഗത്തിന്റെ സാന്നിധ്യം സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. ലക്ഷദ്വീപ് കടലിന്റെ കിഴക്കൻ ഭാഗത്ത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 350 മുതൽ 500 മീറ്റർ വരെ ആഴമുള്ള സൂര്യപ്രകാശം വളരെ കുറഞ്ഞ അളവിൽ മാത്രം എത്തുന്ന കടുത്ത ഇരുളടഞ്ഞ മേഖലയിലാണ് ഈ ഇന്ത്യൻ ഡോറി മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ഉയർന്ന മർദ്ദവും കുറഞ്ഞ താപനിലയുമുള്ള ഇത്തരം കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള ശാരീരിക പ്രത്യേകതകൾ ഈ മത്സ്യങ്ങൾക്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മുൻപ് ഇന്ത്യൻ മത്സ്യസമുദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാനമായ മത്സ്യങ്ങളെ കണ്ടെത്തിയിരുന്നെങ്കിലും കാഴ്ചയിലെ സാദൃശ്യം കാരണം ശാസ്ത്രലോകം ഇവയെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കണ്ടുവരുന്ന സിറ്റോപ്സിസ് റോസിയ എന്ന മത്സ്യവിഭാഗത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഡോക്ടർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേവലം ബാഹ്യരൂപ പരിശോധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ മത്സ്യങ്ങളുടെ ആധുനിക ജനിതക പഠനങ്ങളും DNA പ്രൊഫൈലിംഗും നടത്തുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ ജനിതക ഘടനയുമായി ഒത്തുനോക്കിയപ്പോൾ ഇവ തമ്മിൽ വ്യക്തമായ വ്യത്യസ്തതകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ബാഹ്യരൂപത്തിൽ സമാനതകൾ തോന്നുമെങ്കിലും ജനിതകപരമായി തികച്ചും വ്യത്യസ്തമായ ഇന്ത്യയുടെ സ്വന്തം കടൽ മേഖലയ്ക്ക് തനതായ ഒരു പുതിയ ഇനമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇതിന് സിറ്റോപ്സിസ് ഇൻഡിക അഥവാ ഇന്ത്യൻ ഡോറി എന്ന നാമകരണം നൽകിയത്. അറബിക്കടലിലെ ആഴക്കടൽ ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ഇപ്പോഴും പരിമിതമായിരിക്കെ ഈ കണ്ടെത്തൽ സമുദ്ര ഗവേഷണ രംഗത്ത് വലിയൊരു ചുവടുവെപ്പ് തന്നെയാണ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്കുള്ളിലെ ജീവജാലങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തുമ്പോൾ അത് രാജ്യത്തിന്റെ ജൈവ വൈവിധ്യ സമ്പന്നതയെ കാണിക്കുന്നതോടൊപ്പം തന്നെ ആഴക്കടലിലെ മത്സ്യങ്ങളുടെ ജനിതക ഘടന പഠിക്കുന്നതിലൂടെ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും സമുദ്രത്തിന്റെ അടിത്തട്ടിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സഹായിക്കും. ഇന്ത്യൻ ഡോറിയുടെ ഭക്ഷണ രീതി, പ്രജനനം, ആയുസ് എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ വരും ദിവസങ്ങളിൽ CMFRI കൂടുതൽ വിപുലീകരിക്കുകയുമാണ്. മനുഷ്യന്റെ ഇടപെടലുകളും പ്ലാസ്റ്റിക് മലിനീകരണവും സമുദ്രത്തിന്റെ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാകുന്ന ഈ കാലഘട്ടത്തിലും പ്രകൃതി തന്റെ രഹസ്യങ്ങൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നത് ശാസ്ത്രീയ ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ശക്തികുളങ്ങരയിലെ മത്സ്യത്തൊഴിലാളികളുടെയും ബോട്ടുകളുടെയും സഹകരണത്തോടെയാണ് ഇത്തരം സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതെന്ന് ഗവേഷകരും തൊഴിലാളികളും തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യവും വ്യക്തമാക്കുന്നുണ്ട്. അറബിക്കടലിന്റെ ആഴങ്ങളിൽ ഇനിയും മനുഷ്യ നേത്രങ്ങൾ കാണാത്ത, ശാസ്ത്രം തൊട്ടറിയാത്ത എത്രയോ ജീവജാലങ്ങൾ ബാക്കിയുണ്ടാകാമെന്ന വലിയൊരു സൂചന കൂടിയാണ് CMFRIയുടെ ഈ പുതിയ കണ്ടെത്തലുകൾ നമുക്ക് നൽകുന്നത്. ഇതിനോടകം തന്നെ തുടർ പഠനങ്ങൾക്കായി ഈ പുതിയ മത്സ്യ ഇനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര ശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവേഷണ സംഘം.